നമസ്കാരം, നിസാമാണ്. വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാം. മക്കളെ, നമ്മുടെ HSA നമ്മൾ കാത്തിരുന്ന HSA ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഡേറ്റ് ഇവിടെ എത്തിയാണ് അല്ലേ. നമ്മൾ ഇറ്റ്സ് അറൗണ്ട് ദ കോർണർ എന്നൊക്കെ നമുക്ക് പറയാം. സോ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് ഞാൻ എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവും? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ്. ചോദ്യങ്ങൾ നമ്മൾ ലിറ്ററേച്ചർ അല്ലെങ്കിൽ പോയട്രി, ലിംഗ്വിസ്റ്റിക്സ് എന്നൊന്നല്ല വന്നത്, കുറച്ച് ഗ്രാമർ ചോദ്യങ്ങളായിട്ട് വന്നത്. എന്തിനാണ് ഗ്രാമർ ചോദ്യങ്ങളായിട്ട് വന്നത്? നമുക്കറിയാം, ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ പാട്ട് ഏകദേശം എല്ലാവരും എഴുതാൻ ചാൻസ് ഉണ്ട്. എന്നാൽ കുട്ടികളൊക്കെ ഒന്ന് ബാക്കിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് കുറച്ച് ഗ്രാമറിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. കാരണം നമുക്കറിയാം, നമ്മുടെയൊക്കെ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണ്. സെപ്പറേറ്റ് ആയിട്ട് ഗ്രാമർ ഐറ്റംസ് നമുക്ക് പഠിക്കാറില്ല. നമ്മൾ ആ ലിറ്ററേച്ചർ വായിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും ആളുകൾ എന്ത് ചെയ്യുന്നത്, ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, വീഴാൻ ചാൻസ് ഉള്ളത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാം, റാങ്ക് മേക്കിംഗ് ഏരിയാസിൽപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഗ്രാമർ തന്നെയാണ്. സോ ആ ഗ്രാമറിൻ്റെ പാർട്ടിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എന്താ നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആ ചോദ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളതാണ്. സോ ആദ്യത്തെ ചോദ്യം, ഐ വുഡ് റാദർ യു ഡാഷ് ഇൻഡോസ്, വോണ്ട് സ്മോക്ക്, ഡസൻ സ്മോക്ക്, ഡോണ്ട് സ്മോക്ക്, ഡിഡിൻ സ്മോക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് വുഡ് റാദർ? വുഡ് റാദർ എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, നീ അത് ചെയ്യണം അല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിഫർ എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ വുഡ് റാദർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു നോർമൽ സെന്റൻസിൽ ഇങ്ങനെയാണ് വരുന്നത്, ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ. ഞാൻ ഇവിടെ നിൽക്കാം, ഞാൻ വേറെ പുറത്തൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വുഡ് റാദറിന് ശേഷം സ്റ്റേ എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തത് അല്ലേ, വെർബിൻ്റെ ഒന്നാമത്തെ ഫോമാണ് കൊടുത്തത്. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സോ ഈ ഒരു ഐഡിയയിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്, ഐ വുഡ് റാദർ യു ഡാഷ് ഇൻഡോസ്. അപ്പോൾ നേരത്തെ കണ്ട സെന്റൻസിൽ നിന്ന് ഈ ഒരു സെന്റൻസിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് യു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വുഡ് റാദർ സ്റ്റേ എന്ന് പറയുന്നതിന് പകരം ഇവിടെ വുഡ് റാദർ യു എന്നാണ് കൊടുത്തത്. അപ്പം നേരത്തെ പറഞ്ഞ കാര്യവും ഈ ഒരു കാര്യവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. നേരത്തെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഈ സെന്റൻസിൽ ഒരു സെക്കൻഡ് സബ്ജക്റ്റ് കൂടെ വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, വേറൊരാൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു, നീ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതേ സ്ട്രക്ചർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പകരം നമ്മൾ ഇങ്ങനെയാ കൊടുക്കുക, വുഡ് റാദറിന് ശേഷം ശ്രദ്ധിക്കണേ കൃത്യമായിട്ട്, ഈ പെർട്ടിക്കുലർ ചോദ്യം ഉണ്ടല്ലോ, അത് റീസെന്റ് ആയിട്ട് നടന്നൊരു PSC പരീക്ഷയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. വുഡ് റാദറിന് ശേഷം ഒരു സെക്കൻഡ് സബ്ജക്റ്റ് കൂടെ വരികയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. അതായത് നിങ്ങൾക്ക് ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ എന്ന് പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ വുഡ് റാദർ യു സ്റ്റേഡ് ഹിയർ. നോക്കണേ, നിങ്ങൾ രണ്ടാമതൊരു സബ്ജക്റ്റ് കൂടെ വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, സ്റ്റേഡ് എന്ന് പറയുന്ന V2 ഫോം കൊടുക്കും. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. സോ ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, നമ്മുടെ ആൻസറിലേക്ക് പോകാം. നമ്മുടെ ആൻസർ വരിക അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ഡിഡിൻ സ്മോക്ക് എന്നുള്ളത്. അത് നെഗറ്റീവ് ആക്കാണ്. ഇവിടുന്ന് തന്നെ ഞാൻ വേറൊരു സാധനം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലപ്പോൾ അത് ചിലപ്പോൾ ചോദിച്ചാൽ പറയാൻ പറ്റില്ലല്ലോ, PSC ഏതൊരു ഭാഗത്തുനിന്ന് ചോദിക്കാം. ഇവിടെ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഡിഡിൻ സ്മോക്ക് എന്ന് കൊടുത്തു. കാരണം V2നെ നെഗറ്റീവ് ആക്കാൻ ഡിഡിൻ സ്മോക്കാണ്. എന്നാൽ നമ്മുടെ ഒരൊറ്റ സബ്ജക്റ്റേ ഉള്ളൂ, അതിന് നെഗറ്റീവ് പ്രിഫറൻസ് പറയണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാ പറയാ, ഐ വുഡ് റാദർ ഡോണ്ട് സ്റ്റേ അല്ല, പകരം നമ്മൾ നോട്ട് സ്റ്റേ ഹിയർ. അപ്പോൾ ഡോണ്ട് അല്ല നിങ്ങൾ കൊടുക്കേണ്ടത്, അവിടെ ഒരു നോട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഐ വുഡ് റാദർ സെക്കൻഡ് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ V2 കൊടുക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടോ. ഇഫ് ഇറ്റ് ഡാഷ് വി മേ ഹാവ് ടു കോൾ ഓഫ് ദ മാച്ച്. നമുക്കറിയാം, നമ്മുടെ കണ്ടീഷൻ സെന്റൻസുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മെയിൻ ക്ലോസ് വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് ക്ലോസിലെ വേർബിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നത് മേ ഹാവ് ടു കോൾ ഓഫ് ആണ്. സോ ഞാൻ നിങ്ങൾക്കൊരു സെന്റൻസ് ഇവിടെ എഴുതി തരാം. എന്നിട്ട് നമ്മൾ ആ സെന്റൻസിലെ ഓരോ ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഷീ മേ വോണ്ട്
ടു ഗോ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഷീ സബ്ജക്റ്റ്, മേ മോഡൽ ഓക്സിലറി ആണ്. മോഡൽ ഓക്സിലറിക്ക് ശേഷം നമ്മൾ വെർബിന്റെ ബെയർ ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടു ഇൻഫിനിറ്റീവ് കൊടുത്തിട്ട്. അപ്പോൾ ഷീ സബ്ജക്റ്റ്, മേ ഓക്സിലറി, വോണ്ട് എന്നുള്ളത് ബെയർ ഇൻഫിനിറ്റീവ്, ടു ഗോ എന്നുള്ളത് ടു ഇൻഫിനിറ്റീവ്. ഇതേ ഒരു പാറ്റേൺ തന്നെയല്ലേ നമ്മൾ പറയുന്നത് വി മേ ഹാവ് ടു കോൾ ഓഫ് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ്. വി മേ ഹാവ് ടു കോൾ ഓഫ് എന്ന് പറയുന്നതും ഷീ മേ വോണ്ട് ടു ഗോ എന്ന് പറയുന്നതും ഒരേ സ്ട്രക്ചർ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, മേ എന്നുള്ളത് ഓക്സിലറി ആണ്, വോണ്ട് എന്ന് പറയുന്നത് അവിടെ ബെയർ ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഹാവ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഓക്സിലറി ആണല്ലോ, അല്ല, ഇവിടെ ഇത് മെയിൻ വേർബ് ആയിട്ടാണ് യൂസ് ചെയ്തത്, ഇവിടെ ബെയർ ഇൻഫിനിറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തത്. ടു കോൾ ഓഫ് എന്നുള്ളത് നമുക്ക് പറയാം ടു ഇൻഫിനിറ്റീവ് ആണ്. അപ്പം ഹാവ് എന്ന് പറയുന്നത് എന്താണ്, V1 ആണ് എന്ന് മനസ്സിലായി. ഇത് മോഡൽ ഓക്സിലറി, ഓക്സിലറി V1. ഓക്സിലറി V1 വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഏതാണ് കണ്ടീഷനിൽ എന്നുള്ളത്. രണ്ട് കണ്ടീഷൻ ആവാം. ഓക്സിലറി പ്ലസ് V1 എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷനിലാണ്. ഒന്നെങ്കിൽ അത് ഫസ്റ്റ് ആകാം, അല്ലെങ്കിൽ അത് സെക്കൻഡ് ആകാം. തേർഡ് കണ്ടീഷൻ വരുമ്പോഴാണ് ഓക്സിലറിക്ക് ശേഷം നമ്മൾ V3 കൊടുക്കുക, അല്ലെ. നമ്മൾ വിൽ, വുഡ്, ഹാവ് പ്ലസ് V3 കൊടുക്കുക. എന്നാൽ ഇവിടെ ഓക്സിലറി പ്ലസ് V1 ആണ്. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മേ എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യാറ്. പ്രസന്റ് ടെൻസിലാണ് മേ യൂസ് ചെയ്യാറ്. പ്രസന്റ് ടെൻസിൽ മേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം വിൽ പ്ലസ് V1 പറയുന്ന ഒരു രൂപത്തിൽ തന്നെയാണ് അതുള്ളത്. അതുകൊണ്ട് ഇതൊരു ഫസ്റ്റ് കണ്ടീഷൻ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ സെന്റൻസിൽ ഇഫ് ക്ലോസിൽ നമ്മൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ആണ് യൂസ് ചെയ്യുക. ആ സിമ്പിൾ പ്രസന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഹാഡ് റെയിൻഡ്, ഹാസ് റെയിൻഡ്, ഹാഡ് റെയിൻഡ് ഒന്നും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ആൻസർ വരുന്നത് നൺ ഓഫ് ദീസ് ആണ്. പകരം നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്ത്, അല്ലെ, വി മേ ഹാവ് ടു കോൾ ഓഫ് ദ മാച്ച്. ഇനി ഇവിടെ കോൾ ഓഫ് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബ് കൂടെ ഉണ്ട്. ചിലപ്പോൾ വൊക്കാബുലറിയിൽ ചോദിച്ചേക്കാം കോൾ ഓഫ്. കോൾ ഓഫ് PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് വരുന്നൊരു സാധനമാണ് കോൾ ഓഫ്. ആ കോൾ ഓഫിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ എന്നുള്ളൊരു ഐഡിയയിൽ നമുക്ക് പറയാം. ക്യാൻസൽ എന്നുള്ള ഐഡിയയിലാണ് നമ്മൾ കോൾ ഓഫ് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഐഡന്റിഫൈ സിമ്പിൾ സെന്റൻസ്. തന്നിരിക്കുന്ന 3 സെന്റൻസുകൾ ഉണ്ട്. അതിനെ നമ്മളോട് സിമ്പിൾ സെന്റൻസിന് ഏതൊക്കെയുണ്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. നമുക്കറിയാം ഒരു സെന്റൻസിന്റെ ടൈപ്പിനെ കുറിച്ച് ചോദിക്കും. ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റാനും നമ്മളോട് ചോദിക്കും. അപ്പൊ നമുക്കറിയാം ക്ലോസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ് ക്ലോസ്, കൺജങ്ഷൻ കാര്യങ്ങളൊക്കെ, അല്ലെ. അപ്പൊ നമ്മൾ ഓരോന്നിനെയും ഇങ്ങനെ കൺജങ്ഷൻ, ഡിപെൻഡന്റ് ക്ലോസ് ആണോ അതാണോ ഇതാണോ നോക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അതിലേറെ എളുപ്പത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ടൈമൊക്കെ സേവ് ചെയ്യണമല്ലോ. ആ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ട്രിക്കിന് ഒന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് മാത്സ് അറിയണമെന്നുള്ളൂ. മാത്സ് അറിയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ്, അറിയുന്നവരാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ച ആളുകളാണ്. മാത്സ് ഒന്നും സാർ ഞങ്ങൾ പഠിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എണ്ണാൻ അറിയോ? അധികം ഒന്നും എണ്ണണ്ട. 1 മുതൽ നിങ്ങൾ 2 വരെ എണ്ണാൻ മിനിമം അറിഞ്ഞാൽ മതി. 1 മുതൽ 2 വരെ എണ്ണാൻ നിങ്ങൾക്ക് മിനിമം അറിഞ്ഞാൽ മതി. അപ്പോൾ എണ്ണണം, അല്ലേ. അപ്പം എണ്ണേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കൗണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതേപോലെ നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടതാത്ത കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. കൗണ്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യേണ്ടതാത്തതും ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം വരുന്നത്. അതായത് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത് V1, V2, അതേപോലെ ഓക്സിലറി. ഒരു പെർട്ടിക്കുലർ സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര V1 ഉണ്ട്, V2 ഉണ്ട്, അത്ര ഓക്സിലറി ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. V1 എന്ന് പറയുമ്പോൾ ഡു, ഡസ് ഫോമിലുള്ളത് വരണം കേട്ടോ. ഇനി കൗണ്ട് ചെയ്യേണ്ടതാത്തത് ഒരു ലിസ്റ്റ് ഉണ്ട്, ഒരുപാടുണ്ട്. അതായത് വേർബ് പ്ലസ് ING ഉള്ള സംഗതികൾ ഉണ്ടല്ലോ. ഒന്നെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആവാം, അല്ലെങ്കിൽ ജെറണ്ട് ആവാം. ഇനി V1 V2 കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്, V3 ഉണ്ട്. V3 നിങ്ങൾ എണ്ണാൻ പറ്റുമോ? പറ്റില്ല. ഇനി അടുത്തത് നിങ്ങൾ എണ്ണേണ്ടതാത്തത് ടു ഇൻഫിനിറ്റീവ് ആണ്. ടു ഇൻഫിനിറ്റീവ് നിങ്ങൾ എണ്ണേണ്ട. അതേപോലെ നിങ്ങൾ ബെയർ ഇൻഫിനിറ്റീവും V1 മാറിപ്പോവാതെ നോക്കട്ടോ. അതായത് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ മോഡൽ ഓക്സിലറിക്ക് ശേഷം വരുന്നതാണ് ബെയർ ഇൻഫിനിറ്റീവ് വരുന്നത്. അത് എണ്ണേണ്ടരുത്. അതേപോലെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതായത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് V1 ബെയർ ഇൻഫിനിറ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എണ്ണേണ്ടത് V1 V2 ഓക്സിലറി എണ്ണുക. എണ്ണേണ്ടാത്തത് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. വെർബ് പ്ലസ് ING, V3, ടു ഇൻഫിനിറ്റീവ്, ബെയർ ഇൻഫിനിറ്റീവ്, ഇത്രയും എണ്ണേണ്ട. ഇനി കണക്കെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എണ്ണി കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഉത്തരം, കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം 1 ആണെങ്കിൽ അത് സിമ്പിൾ സെന്റൻസ് ആണ്. 1 ആണെങ്കിൽ അത് സിമ്പിൾ സെന്റൻസ്.
ഇനി നമുക്ക് കിട്ടുന്നത് രണ്ടാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അത് കോംപ്ലക്സ് ആവാം, അല്ലെങ്കിൽ അത് കോമ്പൗണ്ട് ആവാം. നമുക്ക് കിട്ടുന്നത് രണ്ടാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഒന്നെങ്കിൽ കോംപ്ലക്സ് ആവാം, കോമ്പൗണ്ട് ആവാം. ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ എളുപ്പമാണ്. നിങ്ങൾ കോമ്പൗണ്ടിൻ്റെത് മാത്രം നോക്കിയാൽ മതി. ഫാൻ ബോയ്സ് വരുന്നുണ്ടോ നോക്കാം. ഫാൻ ബോയ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഫോർ ആൻഡ് നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. അല്ലെങ്കിൽ അവിടെ ഒരു സെമി കോളൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ കൺജങ്റ്റീവ് അഡ്വേർബുകളായിട്ടുള്ള ഹവർ പോലെയുള്ള, നെവർദസ് പോലെയുള്ള അഡ്വേർബുകൾ ഉണ്ടോ? ഇവ ഉണ്ടെങ്കിൽ മാത്രം അത് കോമ്പൗണ്ട്, അവ അല്ലാത്തതെല്ലാം വരുന്നത് കോംപ്ലക്സ്. ഇത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ എണ്ണുന്ന നമ്പർ ഒന്നാണെങ്കിൽ സിമ്പിൾ, രണ്ടാണെങ്കിൽ കോംപ്ലക്സ് ആവാം, കോമ്പൗണ്ട് ആവാം. ഫാൻ ബോയ്സ്, സെമി കോളൻ, ഹവർ, നെവർദലസ് പോലെയുള്ള സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ അത് കോമ്പൗണ്ട്, അല്ലാത്തത് വരുന്നതൊക്കെ എന്താണ്? കോംപ്ലക്സ് ആണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സാധനം പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓൺ അക്കൗണ്ട് ഓഫ് മൈ ഇൻഡിഫറൻറ്റ് ഹെൽത്ത്. അവിടെ നമുക്ക് V1 V2 ഒന്നും കാണാൻ പറ്റുന്നില്ല. ഐ സബ്ജക്റ്റ് വിഷ് ഒന്ന് കിട്ടി. ടു ലീവ് എന്ന് പറയുന്നത് നോക്കൂ, നിങ്ങളുടെ ടു ഇൻഫിനിറ്റീവ് നമ്മൾ എണ്ണണ്ട. യൂസ് സം അഡ്വൈസ് ഫോർ യുവർ കണ്ടക്ട് ഇൻ യുവർ ലൈഫ്. കണ്ടക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, അവിടെ നൗൺ ആയിട്ടാണ് യൂസ് ചെയ്തത്. കാരണം യുവർ എന്ന് പറഞ്ഞ പൊസസീവ് അഡ്ജക്റ്റീവ് കണ്ടോ നിങ്ങൾ? യെസ്. അപ്പം ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരൊറ്റ ഫൈനൈറ്റ് വേർബ് ഉള്ള സെന്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ സെന്റൻസ് ആണ്. ഒന്നൊരു സിമ്പിൾ സെന്റൻസ് ആണ്. രണ്ടാമത്തത് വോട്ട് എ ഫോഴ്സ്ഫുൾ ക്യാരക്ടർ വോൾട്ടേർ വോസ് എന്ന് പറയുന്ന ഒരൊറ്റ ഓക്സിലറി അല്ലെ, ഒന്ന് മാത്രം, അതും സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പൊ രണ്ട് സിമ്പിൾ സെന്റൻസ് കിട്ടി. ഇനി ദ ഓർഡിനറി മാൻ സെൽഡം ഫൊർഗെറ്റ്സ്, ഒന്ന്. ടു ടേൺ ഓഫ്, ടു ഇൻഫിനിറ്റീവ് നമ്മൾ എണ്ണണ്ട. ദ ലൈറ്റ്സ് ബിഫോർ ഹി ഗോസ്, രണ്ട്. അപ്പൊ രണ്ട് വേർബ് ഉണ്ട്, രണ്ട് ഫൈനൈറ്റ് ഉണ്ട്. ഒന്നെങ്കിൽ കോംപ്ലക്സ് ആവാം, കോമ്പൗണ്ട് ആവാം. ഇവിടെ എന്താ കൊടുത്തത്? ഫാൻ ബോയ്സ് ആണല്ല, ഇവിടെ ബിഫോർ ആ കൊടുത്തത്. ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയി. അപ്പോൾ ഒന്ന് മാത്രമുള്ളത് സിമ്പിൾ സെന്റൻസ്, രണ്ടെണ്ണം ഉള്ളത് കോമ്പൗണ്ടോ കോംപ്ലക്സോ. അവിടെ ഏത് കൺജങ്ഷൻ ആ കൊടുത്തത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടി ഒന്നും രണ്ടുമാണ് സിമ്പിൾ സെന്റൻസ് എന്നത്. സോ എണ്ണാൻ പഠിക്കുക. എണ്ണാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഗതി പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസ്, ഈ ഒരു സംഗതി തന്നെ നമ്മൾ ഇന്ന സെന്റൻസ് ഇന്നതിലേക്ക് മാറ്റി തരാൻ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്പർ എണ്ണിയാൽ മതി. സിമ്പിളിലേക്ക് മാറ്റുമ്പോൾ ഒന്നുണ്ടോ നോക്കുക. ഒന്നിൽ കൂടുതലാണെങ്കിൽ അത് സിമ്പിൾ അല്ല എന്ന് മനസ്സിലാക്കി വെക്കട്ടോ. യെസ്. അടുത്ത ചോദ്യം. സ്പോട്ട് ദ എറർ. അലി ഗോട്ട് ടയേർഡ് ബിക്കോസ് ഓഫ് ഹിസ് ബിസിനസ് ഡിഡ് നോട്ട് ടേക്ക് ഓഫ്. നോ എറർ. ഇവിടെ നോക്കണ്ടേ നിങ്ങൾ? അലി ഗോട്ട് ടയേർഡ്, ഇവിടെ ഗോട്ട് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്ന്. ദെൻ ഡിഡ് നോട്ട് എന്ന് പറയുന്ന രണ്ട്. ദെൻ ഇവിടെ ബിക്കോസ് ഓഫ് ആ കൊടുത്തത്. നമുക്ക് മനസ്സിലായി ഇത് രണ്ട് സാധനങ്ങളുണ്ട്, കോംപ്ലക്സ് സെന്റൻസ് ആണ് എന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധനം എന്ന് പറയുമ്പോൾ ക്ലോസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്താ? കൺജങ്ഷൻസ് ആണ്. എന്നാൽ നമുക്ക് ഇവിടെ കൊടുത്തത് എന്താ? ബിക്കോസ് ഓഫ് എന്നുള്ളതാ. ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതൊരു കൺജങ്ഷൻ അല്ല, ഇതൊരു പ്രപ്പോസിഷൻ ആണ്. അതായത് പ്രപ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ക്ലോസുകളെ കണക്ട് ചെയ്യാൻ പറ്റൂല. പകരം നമുക്ക് നൗൺ ഫ്രേസിനെ അല്ലെങ്കിൽ ജെറൻഡിനെ ഒക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുക. പകരം ഇവിടെ എന്ത് വരേണ്ടിയിരുന്നു? ബിക്കോസ് എന്ന് വരേണ്ടിയിരുന്നു. ബിക്കോസ് ഓഫ് കൊണ്ട് നിങ്ങൾക്കൊരു ക്ലോസിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല, ഫ്രേസിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ക്ലോസിനെ കണക്ട് ചെയ്യേണ്ടത്. ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺജങ്ഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. കൺജങ്ഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. ഇനി ആർക്കെങ്കിലും സംശയമാണ്, സാർ എന്താ ഈ ക്ലോസ്, എന്താണ് ഫ്രേസ് എന്നുള്ള എപ്പോഴെങ്കിലും സംശയമുള്ള ആളുകൾക്ക് ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി. സബ്ജക്റ്റും വേർബുമുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇവ രണ്ടും ഇല്ലെങ്കിൽ അത് ഫ്രേസ്, അത്രേ ഉള്ളൂ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ എണ്ണേണ്ട വേർബ് ഉണ്ടല്ലോ, V1 V2 ഓക്സിലറി, ഇവ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പറയുന്ന ആ ക്ലോസിൽ ഉണ്ടാവും. എന്നാൽ ഫ്രേസിൽ ഈ മൂന്നും ഉണ്ടാവില്ല. ഫ്രേസിൽ കൗണ്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഏതാണോ അവ ഉണ്ടാവില്ല, കൗണ്ട് ചെയ്യാത്തത് ഉണ്ടാകും. അപ്പൊ ഇതിൽ എന്ത് വരും? കൗണ്ട് ചെയ്യേണ്ടതാത്ത സാധനങ്ങൾ ഇതിൽ വരും. ഇവിടെ എന്തുണ്ട്? കൗണ്ട് ചെയ്യുന്ന സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരണം. അതാണ് ഫ്രേസും ക്ലോസും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്കിവിടെ ബിക്കോസ് ഓഫ് കൊടുക്കാം.
പറ്റുമോ? ഇല്ല. കാരണം ഡിഡ് നോട്ട് എന്ന് പറയുന്ന ഓക്സിലറി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കവിടെ കൊടുക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ ഇവിടെ ബിക്കോസ് ഓഫ് അല്ല പകരം വരേണ്ടത്, ബിക്കോസ് ആണ് വരേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബിക്കോസ് ഓഫ് ഒരു കൺജങ്ഷൻ അല്ല, പ്രൊപ്പസിഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം, വെൻ ഡിഡ് ദേ ബിൽഡ് ദീസ് ഹൗസസ്? പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. വളരെ എളുപ്പമാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇട്ടത്. എല്ലാവർക്കും പാസീവ് വോയിസിലേക്ക് മാറ്റാൻ അറിയാം. ഇന്ന ടെൻസ് പാസീവ് വോയിസിൽ, ആക്റ്റീവ് വോയിസിൽ കൊടുക്കാനൊക്കെ അറിയാം. എന്നാൽ നമ്മളൊരു ആക്റ്റീവ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാനൊരു സെന്റൻസ് ചെയ്താം. സെന്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, കാരണം സത്യം മാത്രം പറയണമെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. നിസാം ഈസ് ഹാൻസം എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ആണ്, ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ്, അങ്ങനെ നമ്മൾ പോകും. എന്നാൽ ഈ പെർട്ടിക്കുലർ സെന്റൻസിനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആക്കുകയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട അതിന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്സിലറി ആദ്യം വരണം. ഈസ് നിസാം ഹാൻസം. ഈ ചോദ്യം തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റൂല, കാരണം ഇങ്ങനെ ഒരു ചോദ്യം ഗ്രാമാറ്റിക്കലി അല്ല, സെമാന്റിക്കലി അല്ല, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ് അല്ലെ. സോ ഈസ് എന്ന് പറയുന്ന സാധനം നോക്കണേ നിങ്ങൾ, ഇവിടെ സബ്ജക്റ്റിന്റെ മുന്നേ വന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ററോഗേറ്റീവ് സെന്റൻസുകളും ഡിക്ലറേറ്റീവ് സെന്റൻസുകളും സ്ട്രക്ചർ വൈസ് എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. അതായത് ഒരു ആക്റ്റീവ് വോയിസ് ആയിക്കോട്ടെ, പാസീവ് വോയിസ് ആയിക്കോട്ടെ, WHO ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആകുമ്പോൾ സബ്ജക്റ്റിന്റെ മുന്നേ എന്ത് വേണം? ഓക്സിലറി വരണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെൻ ഡിഡ് ദേ ബിൽഡ് ദീസ് ഹൗസസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഇവിടെ നോക്കണം നിങ്ങൾ. ഹൗസസ് എന്ന് പറയുന്നതായിരിക്കും പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ആ ഹൗസസിന്റെ മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? ഓക്സിലറി കൊടുക്കണം. വെൻ were these houses built എന്നുള്ളതായിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. വെൻ were these houses built. അല്ലാതെ നമുക്ക് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. നോക്കൂ നിങ്ങൾ, were built. പലരും ഇതായിരിക്കും ചൂസ് ചെയ്യാം. എനിക്കറിയാം ഈ ചോദ്യത്തിന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും? ഈ ഒരു ആൻസറിലേക്ക് വരും. ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യം റീസെന്റ് ആയിട്ട് പരീക്ഷകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വെൻ ദീസ് ഹൗസസ് were built എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പാസീവിലേക്ക് മാറ്റാൻ പറ്റും. ടെൻസ് നിങ്ങൾ മാറ്റിയിട്ടുണ്ട്, സെന്റൻസിന്റെ സ്ട്രക്ചർ മാറ്റിയിട്ടുണ്ടോ? അതാണ് ചോദ്യം. മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കും കിട്ടൂല. അപ്പൊ നോക്കേണ്ടത് സബ്ജക്റ്റിന്റെ മുന്നേ ഓക്സിലറി വരണം എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് കൂടെ പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ഡാഷ് ഓഫ് ദീസ് ടു ബോയ്സ് ഈസ് ക്ലവർ, ബോത്ത് എനി എയ്തർ നൺ. നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെ വരുമെന്നുള്ളത്. ആദ്യത്തെ നമ്മൾ ബോത്ത് കൊടുക്കാം. ബോത്ത് ഓഫ് ദീസ് ടു ബോയ്സ് ഈസ് ക്ലവർ. അപ്പൊ ഇവിടെ കൊടുത്ത കീവേഡ് എന്ന് പറയുന്നത് ഈസ് ആണ്. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് ആണ് അല്ലെ. സിംഗുലർ വെർബിന്റെ കൂടെ നമ്മൾ ബോത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ വരുന്ന വെർബ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂരൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കൊടുക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തത് എനി ഓഫ് ദീസ് ബോയ്സ് ഈസ് ക്ലവർ. എനി എന്ന് പറയുന്ന സംഗതി അല്ലെ, ഡിറ്റർമിനർ എന്ന് പറയുന്ന സാധനം നമ്മൾ രണ്ടാണ് അതിന്റെ കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തത് എനി വരുന്നത് നെഗറ്റീവ് സെന്റൻസുകളാണ്. നെഗറ്റീവ് സെന്റൻസുകളിൽ വരുന്നു ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ്. രണ്ടാമത്തത് ക്വസ്റ്റ്യൻസിലാണ് വരുന്നത്. ഇന്ററോഗേറ്റീവ് സെന്റൻസിലാണ് എനി യൂസ് ചെയ്യുന്നത്. ഡു യു ഹാവ് എനി ഫ്രണ്ട്സ്? എനി എന്നുള്ളത്. അപ്പോൾ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ പകരം സമ്മ് യൂസ് ചെയ്യുന്നുട്ടോ, അതും കൂടെ ഓർമ്മയിലുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് അറിയുന്നത് നെഗറ്റീവ് അല്ല, ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ നമുക്ക് എനി കൊടുക്കാൻ പറ്റില്ല. ഇനിയുള്ളത് എയ്തർ ഉണ്ട്, നണ്ണുണ്ട്. നമ്മൾ ആദ്യം നണ്ണിലേക്ക് പോകാം. നൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസ് വന്നാൽ കുഴപ്പമൊന്നുമില്ല. നണ്ണിന് രണ്ട് യൂസേജ് ആണ് മോഡേൺ ഇംഗ്ലീഷിൽ വരുന്നത്. നമുക്ക് നണ്ണിന്റെ കൂടെ സിംഗുലറും യൂസ് ചെയ്യാം, നണ്ണിന്റെ കൂടെ പ്ലൂരലും യൂസ് ചെയ്യാം. അതിനൊരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നൺ ഓഫ് എന്ന് കഴിഞ്ഞിട്ട് പ്ലൂരൽ നൗണ് കൊടുക്കുകയാണെങ്കിൽ എയ്തർ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂരൽ വേർബ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഗ്രാമാറ്റിക്കലി രണ്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ. നൺ ഓഫ് പ്ലൂരൽ നൗണിന് ശേഷം സിംഗുലർ വേർബ്, പ്ലൂരൽ വേർബ്. എന്നാൽ നൺ ഓഫിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ സിംഗുലർ വേർബ് തന്നെ കൊടുക്കണം. കാരണം അൺകൗണ്ടബിൾ നൗൺ അല്ലേ.
അപ്പോൾ നമ്മൾ സിംഗുലർ വേർബ് കൊടുക്കണം. എന്നാൽ ഇവിടെ എന്തുകൊണ്ട് ഇത് വരില്ല എന്ന് പറയാൻ കാരണം ഇവിടെ അടുത്ത കീവേഡ് ഉണ്ട്, 2 boys. 2 എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നണ്ണല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത് നെയ്തർ. നെയ്തർ എന്ന് പറഞ്ഞ സംഗതിയെ യൂസ് ചെയ്യും. നെയ്തർ എന്ന് പറഞ്ഞാൽ അതുമല്ല ഇതുമല്ല. അപ്പൊ രണ്ടെണ്ണും അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നണ്ണ് എന്ന് പറയുമ്പോൾ 2ൽ കൂടുതൽ ഉള്ളതിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, ഓപ്ഷൻ ഡി കൊടുക്കേണ്ട. എയ്തർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എയ്തർ ഓഫ് ദീസ് 2 boys. ഇതിൽ ആരും ഒരാൾ ഏതാണെന്ന് പറയുന്നില്ല, അവനാവാം ഇവനാവാം, ആ 2 boysൽ ഒരാള് ക്ലവർ ആണ് എന്ന് പറയാണ്. അപ്പൊ നമുക്ക് എയ്തർ ഓഫിന്റെ സ്ട്രക്ചർ മനസ്സിലായി. എയ്തർ ഓഫ് എല്ലാ കാലത്തും സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് കൊടുക്കണം കേട്ടോ. യെസ്, അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് പ്ലൂറൽ ആയിരിക്കും വരുന്നത്. ഇനി വരുന്നത് നെഗറ്റീവ് സെന്റൻസുകളിലും ക്വസ്റ്റ്യനിലും ആണ് നണ്ണ് വരേണ്ടത്. 2ൽ കൂടുതൽ ഓപ്ഷൻസ് വരുന്ന സാഹചര്യത്തിലാണ് നണ്ണ് യൂസ് ചെയ്യുന്നത്. നണ്ണ് വരുമ്പോൾ അതിന്റെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് സിംഗുലർ വേർബ് വരാം, പ്ലൂറൽ വേർബ് വരാം. എന്നാൽ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലർ വേർബ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കും കേട്ടോ. യെസ്, ഇനി അടുത്ത ചോദ്യം. യെസ്, രാഹുൽ ഈസ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഡാഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ആനുവൽ മീറ്റ്. നമ്മൾ ഈ പെർട്ടിക്കുലർ സെന്റൻസ് നമ്മൾ വൺ ഓഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. വൺ ഓഫിന് ശേഷം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് വൺ ഓഫ് പ്ലസ് പ്ലൂരൽ നൗണ് പ്ലസ് സിംഗുലർ വേർബ് വരണമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ക്ലവർ. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ക്ലവർ. എന്നാൽ നമ്മൾ ഈ പെർട്ടിക്കുലർ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കും നിങ്ങൾ. രാഹുലാണ് വൺ ഓഫ് ദ സ്റ്റുഡൻറ്, ആ കുട്ടികളിൽ പെട്ട ഒരാളാണ്. ഏത് കുട്ടികളാ? ആ കുട്ടികളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അതിനാണ് ഇവിടെ എന്ത് കൊടുത്തത്, ഈ റിലേറ്റീവ് ക്ലോസ് കൊടുത്തത്, റിലേറ്റീവ് പ്രോനൗൺ കൊടുത്തത്. അപ്പം രാഹുലിനെയാണോ ഇവിടെ പറയേണ്ടത്? അല്ല, ഏത് തരം കുട്ടികളാണ്, ആ കുട്ടികളിൽ പെട്ടയാളാണ് രാഹുൽ. അപ്പം ആ മീറ്റിന് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത കുട്ടികളുണ്ട്, അതിൽ പെട്ട ഒരാളാണ് എന്ത്, രാഹുൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സ്ട്രക്ചറിന്റെ കൂടെ ഇവിടെ റിലേറ്റീവ് ക്ലോസ് കൂടെ അല്ലെങ്കിൽ റിലേറ്റീവ് പ്രോനോൺ കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഈ റിലേറ്റീവ് പ്രോനോൺ സാധാരണ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആന്റിസിഡന്റ് എന്ന് പറയുന്നത് അല്ലെ സ്റ്റുഡന്റ് ആണ്. ആ സ്റ്റുഡൻസിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം, പ്ലൂരൽ വേർബ് കൊടുക്കണം. അപ്പൊ റൂൾ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായോ? സ്ട്രക്ചർ മനസ്സിലാക്കാൻ ആ സെന്റൻസ് അങ്ങ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ വൺ ഓഫിന് ശേഷം പ്ലൂരൽ നൗണ് കൊടുക്കണം. അതിൽ സംശയമൊന്നുമില്ല. കാരണം നമുക്ക് ഒന്ന് ചൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് അതിൽ ഒന്ന് എന്ന് പറയാൻ അവിടെ ഒന്നിൽ കൂടുതൽ മിനിമം 2 അവിടെ ഉണ്ടായിരിക്കണം, എന്നാലും നമുക്ക് അതിൽ നിന്ന് 1 എടുക്കും. അല്ലെങ്കിൽ എനിക്ക് അത് വേണം എന്നാ പറയാം, അതിൽ 1 എന്ന് പറയാൻ അവിടെ 2 വേണം മിനിമം. അതുകൊണ്ടാണ് നമ്മൾ പ്ലൂരൽ നൗൺ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു റിലേറ്റീവ് പ്രോനോൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലൂരൽ വേർബ് തന്നെ എടുക്കണം എന്നുള്ളതാണ് റൂൾ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സിലക്റ്റഡ് ഉണ്ട്, സിലക്ട്സ് ഉണ്ട്, ഈ സിലക്റ്റഡ് ഉണ്ട്, ആർ സെലക്റ്റഡ് ഉണ്ട്. ഇവരെ സെലക്ട് ചെയ്യപ്പെടുകയാണ്. പാസീവ് വോയിസിലാണ് കൊടുക്കേണ്ടത്. നമ്മൾ എന്ത് കൊടുക്കണം, ഓപ്ഷൻ ഡി. രാഹുൽ ഈസ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ആർ സെലക്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ആനുവൽ മീറ്റ് എന്നുള്ളത് കൊടുക്കണം. ഇനി ഇവിടെ നിങ്ങൾ വേറൊരു സംഗതി കൂടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൺലി വൺ ഓഫ് ദ എന്ന് പറയുകയാണെങ്കിൽ ഒൺലി വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് പ്ലൂരൽ നൗൺ വരണമല്ലോ. അതിനുശേഷം റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ സിംഗുലർ വേർബാണ് കൊടുക്കുക. കാരണം ഒൺലി വൺ എന്ന് പറഞ്ഞാൽ വേറെ കുട്ടികളില്ല. രാഹുൽ ഈസ് ദ ഒൺലി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഈസ് സിലക്റ്റഡ് എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ ഒൺലി വൺ ആണോ വരുന്നത്, ഒൺലി ഇല്ലേ എന്ന് നോക്കണം. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഒൺലി വൺ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വേർബ്. കാരണം അവിടെ ഒൺലി വണ്ണേ ഉള്ളൂ, പിന്നെ നമ്മൾ ആ പ്ലൂരൽ നൗണിനെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല അല്ലേ. യെസ്, അതുകൊണ്ടാണ് റിലേറ്റീവ് പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ അവിടെ സിംഗുലർ വേർബ് വരണമെന്ന് ഞാൻ പറയുന്നു. സോ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇനി അടുത്തത് എവ്രിബഡി വോണ്ട്സ് ടു ബി ഹാപ്പി. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. കാരണം നമുക്കറിയാം എവ്രിബഡി, എവ്രി വൺ, എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, സംവൺ, സംബഡി. ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം സബ്ജക്ട് വേർബ് അഗ്രിമെന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, വേർബിന്റെ ഒന്നാമത്തെ രൂപം യൂസ് ചെയ്യണമെന്നുള്ളത്, വേർബിന്റെ സിംഗുലർ ഫോം യൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ വേറൊരു കാര്യം കൂടെ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിച്ചിട്ടുണ്ട്. ഓക്സിലറി ഡയറക്റ്റ് ആയിട്ട് കാണുന്നില്ലെങ്കിൽ നമ്മൾ ഡു, ഡസ്, ഡിഡ് ഫോമാറ്റിൽ നമ്മൾ കാര്യങ്ങൾ എടുക്കണം. ഇവിടെ വോൺസ് ആണ്, അപ്പൊ നമ്മൾ ഡസ്, ഡസിന്റെ എന്ന് കൊടുക്കുന്നു. ദെൻ എവ്രിബഡി, നോബഡി, നോ വൺ, എവ്രി വൺ, സംവൺ, സംബഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോനോൺ ദേ കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡസിന്റെ എന്നാണ് കൊടുത്തിട്ട് നമ്മൾ അങ്ങ് പോകും. ശരിയാവും? ഇല്ല. കാരണം എന്താ, ഈ ദേ എന്ന് പറയുന്നത് പ്ലൂരലാണ്, കല്യാണം കഴിഞ്ഞ ഒരാളാണ്. ഡസ് എന്ന് പറയുന്നത് എന്താണ്, സിംഗുലർ ആണ്.
പുള്ളിക്കാരൻ്റെ കല്യാണം കഴിഞ്ഞില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാളുടെ കൂടെ കല്യാണം കഴിയാത്ത ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, PSC എന്ത് പറയും, അത് തെറ്റാണെന്ന് പറയും. കാരണം പ്രോനോൺ അഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു സംഗതി കൊടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമുക്ക് ദേ മാറ്റണം, അല്ലെങ്കിൽ ഡസ് മാറ്റണം. ദേ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം വേറെ പ്രോനോൺ നമുക്ക് എടുക്കാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഡസിൻ്റെ എന്നുള്ളതിനെ പ്ലൂരലാക്കിയിട്ട് ഡോണ്ട് ദേ എന്ന് കൊടുക്കണം. സോ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? യെസ്, ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇപ്പം പറയാം കേട്ടോ. യെസ്, എവ്രി, നോ, സം, എനി. ഇതിന് ശേഷം ബഡി ആണോ വൺ ആണോ ഏത് വന്നോട്ടെ, നിങ്ങൾ എടുക്കേണ്ട പ്രോനോൺ എന്ന് പറയുന്നത് ദേ ആണ്. ഈ ദേ എപ്പോഴും എന്താണ്, പ്ലൂരൽ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പ്ലൂരൽ പ്രോനോണിൻ്റെ കൂടെ പ്ലൂരൽ വേർബ് അല്ലെങ്കിൽ പ്ലൂരൽ ഓക്സിലറി മാത്രമേ വരികയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എവ്രി വൺ ഈസ് ആണെങ്കിൽ അപ്പുറത്ത് ആറാവണം. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ ഈസ് ആണെങ്കിൽ അവിടെ ആറാവണം, ഇവിടെ വോസ് ആണെങ്കിൽ അവിടെ വേറാവണം, ഇവിടെ ഹാസ് ആണെങ്കിൽ അവിടെ ഹാവ് ആവണം, ഇവിടെ ഡസ് ആണെങ്കിൽ അവിടെ ഡു ആവണം. ഈ സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, തെറ്റിക്കരുത്. കാരണം പലരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ഇങ്ങനെ വരുന്ന എവ്രി വൺ ഒക്കെ വരുമ്പോൾ പലരും തെറ്റിക്കുന്നതാണ്. കാരണം റൂളൊക്കെ അറിയാം. എവ്രി വണ്ണിന് ഓക്സിലറി ദേ കൊടുക്കണം, ഓക്സിലറി വരുന്നില്ലെങ്കിൽ ആ രണ്ട് റൂളിനെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ പഠിച്ച റൂൾ നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളൂ. കാരണം പ്രോനോണ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു അഗ്രിമെന്റ് ഉണ്ട് കേട്ടോ. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇനി നമ്മൾ അടുത്തത് യു ഹാഡ് ബെറ്റർ. ബെറ്ററിന് ശേഷം യു ഹാഡ് ബെറ്റർ, സാധാരണ നമ്മൾ കേൾക്കുന്നത് യു ഹാഡ് ബെറ്റർ ടു ഗോ ടു ഇൻഫിനിറ്റീവ്. പക്ഷേ നമ്മൾ ഇതിന് ശേഷം ടു ഇൻഫിനിറ്റീവ് അല്ല, നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് ആണ് കൊടുക്കുക. യു ഹാഡ് ബെറ്റർ ഗോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. യെസ്, ഇനി അടുത്ത ചോദ്യം. ദ ഓൾഡ് മാൻ ഷെയർഡ് ഹിസ് പ്രോപ്പർട്ടി ഡാഷ് ഹിസ് വൈഫ്, ഹിസ് സൺ ആൻഡ് ഹിസ് സിസ്റ്റർ. 1, 2, 3 അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ ഗ്രാമർ നമുക്കറിയാമോ, 2ൽ കൂടുതൽ ഉള്ളതിന് എമങ്ങും, 2 വരുമ്പോൾ നമ്മൾ ബിറ്റ്വീനും ആണ്. എന്നാൽ മോഡേൺ ഇംഗ്ലീഷ് ഗ്രാമറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ എമങ് യൂസ് ചെയ്യണമെങ്കിൽ എമങ് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഇടയിലാണ്, ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് എമങ്. ആ ഗ്രൂപ്പിലെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സ്, ക്രൗഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, പാർട്ടി മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് പറയാണ്. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ അവിടെ, ആ ഗ്രൂപ്പിന്റെ അകത്തെ റിലേഷൻഷിപ്പ് പറയാനാണ് എമങ്. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ 2, ആ ഗ്രൂപ്പിന്റെ എണ്ണം 2 ആണെങ്കിൽ, 2 ആൾക്കാരാണെങ്കിൽ 2 ഉള്ള സമയത്ത് ബിറ്റ്വീൻ കൊടുക്കും. ഇനി 2ൽ കൂടുതലുള്ള സാഹചര്യത്തിലും നമുക്ക് ബിറ്റ്വീൻ യൂസ് ചെയ്യാം. 2+ ഉള്ള സാഹചര്യത്തിലും നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യാം. എപ്പോൾ ആ ഓരോ ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. രാഹുൽ, രവി, രവിവർമ്മ, രാധിക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും എടുത്ത് പറയാണ്. അങ്ങനെ ഓരോ വ്യക്തികളെയും, ആ ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളെയും നമ്മൾ എടുത്ത് സ്പെസിഫിക് ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ബിറ്റ്വീൻ കൊടുക്കാം. ഇവിടെ ഹിസ് വൈഫ്, ഹിസ് സൺ, ഹിസ് സിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം ഇവിടെ? ഓപ്ഷൻ ബി, ബിറ്റ്വീൻ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 2ൽ കൂടുതലുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം? ബിറ്റ്വീൻ കൊടുക്കാം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്തത് യു ഹാവ് ടു ഗോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഹാവ് ടു ഗോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഹാവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് എടുക്കുക. ഹാസ് ടു എന്ന് കഴിഞ്ഞാൽ ഡസിൻ്റെ എടുക്കുക. കാരണം അതിനൊക്കെ നമ്മൾ മെയിൻ വേർബ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ. ഹാഡ് ടു എന്ന് കഴിഞ്ഞാൽ ഡിഡിൻ്റെ എടുക്കുക, വേറെ ഒന്നും നോക്കണ്ട. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഹാവ് ടു ആയതുകൊണ്ട് ഡോണ്ട് യു, ഹാവ് ടു ഗോ ഡോണ്ട് യു. കാരണം അവിടെയൊക്കെ എന്താണ് മെയിൻ വേർബ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. യു ദ നോവൽ ഡാഷ് ഇൻ ടു സെവറൽ ലാംഗ്വേജ് ബൈ നെക്സ്റ്റ് ഇയർ. സ്ഥിരമായിട്ട് വരുന്നതാണ് PSC പരീക്ഷകളിൽ. ബൈ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലെ ഒരു സമയമാണ്. ഈ ഫ്യൂച്ചറിലെ സമയം ആവുമ്പോഴേക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുമ്പോഴേക്ക് അല്ലെങ്കിൽ ആവുമ്പോഴേക്ക് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി അതിന് മുന്നേ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കംപ്ലീറ്റ് ആയിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഗതിയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചറിലെ ഒരു സമയത്തിനുള്ളിൽ മറ്റൊരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിരിക്കും. അതിൻ്റെ സ്ട്രക്ചർ എന്ന് വരുന്നത് വിൽ ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വിൽ ഹാവ് ട്രാൻസ്ലേറ്റഡ് എന്നുണ്ട്. എന്നാൽ അത് ശരിയാവുമോ?
വിൽ ഹാവ് ട്രാൻസ്ലേറ്റഡ് എന്ന് പറയുന്നത് ശരിയാവും, ഇല്ല. കാരണം നോവലിനെ നമ്മളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അല്ലേ. നോവലിനെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യില്ല. ഞാൻ ഇന്ന് നോവൽ പറയാണ്, ഞാൻ ഇന്ന് നാളെ മലയാളത്തിലേക്ക് മാറാമെന്ന് പറഞ്ഞ് സ്വയം മാറല്ല, ഒരു ട്രാൻസ്ലേറ്റർ അതിനെ മാറ്റാണ്. അപ്പൊ അതിന്റെ മേലിൽ പ്രവൃത്തി ചെയ്യപ്പെടുകയാണ്. അവിടെ പാസീവ് വോയിസ് യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, വിൽ ഹാവ് ബീൻ കഴിഞ്ഞിട്ട് V3 കൊടുക്കുന്നു. The novel will have been translated into several languages by next year. By എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അടുത്ത വർഷമാവുമ്പോഴേക്ക് ഇന്ന കാര്യങ്ങൾ നടന്നിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ്, വിൽ ഹാവ് പ്ലസ് V3 ആക്റ്റീവ്, വിൽ ഹാവ് ബീൻ പ്ലസ് V3 പാസീവ്. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് യൂസ് കറക്റ്റ് സബ്ജക്ട് വെർബ് അഗ്രിമെന്റ്. The number of players are injured. The number of applicants are rising steadily. One only, one and two only, two only, none of this. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. എ നമ്പർ ഓഫ് ഉണ്ട്, ദ നമ്പർ ഓഫ് ഉണ്ട്. ഒന്നും അല്ല മക്കളെ. എ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്പർ അറിയില്ല അല്ലേ. അതായത് മെനി അല്ലെങ്കിൽ സെവറൽ എന്നുള്ള ഐഡിയയിലാണ് നമ്മൾ പറയും. എ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ മെനി പീപ്പിൾ എന്നാണ് അതിന്റെ വെറുതെ. അപ്പൊ അത് മെനി ആണ്. മെനി എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ്. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ കൊടുക്കേണ്ടത് പ്ലൂരൽ വെർബാണ്. രണ്ടാമത്തത് നിങ്ങൾ നോക്കേണ്ടത് ദ നമ്പർ ഓഫ്. ദ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ദ നമ്പർ. ദ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം. ആ നമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. നേരത്തെ നമ്മൾ ആളുകളുടെ എണ്ണം ഇതാ പറഞ്ഞത്, നമ്പർ ഓഫ് മെനി പീപ്പിൾ, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ദ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ വന്ന ആളുകളുടെ എണ്ണം. നമ്മൾ ഇവിടെ എന്താണ്, ആ ടോട്ടൽ എണ്ണമാണ് പറയുന്നത്. എണ്ണം എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായിട്ടൊരു സ്പെസിഫിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പൊ ഇതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം, സിംഗുലർ വേർബ് കൊടുക്കണം. അപ്പം എ നമ്പർ ഓഫ് മെനി ആയതുകൊണ്ട് പ്ലൂരൽ വേർബ്. ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ എണ്ണത്തെയാണ് നമ്മൾ പറയുന്നത്, അതിനെ സിംഗുലർ വേർബ്. ഇത് എണ്ണത്തെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കേട്ടോ. ആദ്യം നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. ആർ ഇഞ്ചേർഡ് കറക്റ്റ് ആണ്. ദ നമ്പർ ഓഫ് അപ്ലിക്കന്റ് ഈ ആർ അല്ല, ഈസ് കൊടുക്കണം. ഈസ് കൊടുത്താലും എന്ത് ചെയ്യാൻ പറ്റില്ല, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ഡി ആണ്. സോറി, ഓപ്ഷൻ 1 മാത്രമാണ് ശരി. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് കറക്റ്റ് അല്ലേ, ഓപ്ഷൻ എ ആണ്. ഇവിടെ നമുക്ക് ഇതിന് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, ദ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഈസ് 30, 30 ആണ്. 30. അപ്പൊ ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ എണ്ണത്തെ പറയുന്നത്. അത്രേ ഉള്ളൂ സംഗതി കേട്ടോ, വളരെ എളുപ്പമാണ്. എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ മെനി, അതുകൊണ്ട് പ്ലൂരൽ. ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ അത് എണ്ണത്തെയാണ്, അതുകൊണ്ട് നമ്മളവിടെ സിംഗുലർ വേർബ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ സെന്റൻസ് ഇൻ വിച്ച് ദ അണ്ടർലൈൻ വേർബ് ഈസ് യൂസ്ഡ് കറക്റ്റ്ലി. ഇവിടെ ലേ ഉണ്ട്, ഇവിടെ ലെയിൻ ഉണ്ട്, ഇവിടെ ലെയ്ഡ് ഉണ്ട്, ഇവിടെ ലേസ് ഉണ്ട്. സോ ഇത് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നുമില്ല, നിങ്ങൾ സിമ്പിൾ ആയിട്ടിരിക്കുക, പറഞ്ഞത് കേൾക്കുക. കിടത്തുക എന്ന് ഞാനിവിടെ പറയുന്നുണ്ട്. കിടക്കുക, കിടത്തുക, കിടക്കുക. രണ്ട് സാധനമുണ്ട്, രണ്ട് പ്രവൃത്തി ഉണ്ട്. കിടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ കിടത്തുകയാണ് അല്ലെ. ഒരു വസ്തുവിനെ നമ്മൾ കിടത്തുകയാണ്, അല്ലെങ്കിൽ വിരിക്കുക. അപ്പോൾ കിടത്തുക എന്ന് പറയുമ്പം ഇതിന്റെ കൂടെ ഒബ്ജക്റ്റ് നിർബന്ധമാണ് അല്ലെ. ഒബ്ജക്റ്റ് ആവശ്യമുണ്ട്. നമ്മൾ അതിനെ കിടത്തി, കുട്ടിയെ കിടത്തി അല്ലെ, ആ സാധനത്തെ കിടത്തി. കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ചെയ്യുന്നതാണ്. ഇവിടെ എന്തില്ല, ഒബ്ജക്റ്റ് ആവശ്യമില്ല, ഒബ്ജക്റ്റ് വേണ്ട. ഒബ്ജക്റ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് വേണ്ട. അപ്പോൾ ഒബ്ജക്റ്റ് നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് കിടത്തുക എന്ന് പറയുന്നത്. അത് ട്രാൻസിറ്റീവ് ആണ് എന്നറിയാം അല്ലെ. ട്രാൻസിറ്റീവ് വെർബാണ്, അതായത് ഒബ്ജക്റ്റ് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ അടുത്തത് എന്താണ്, കിടത്തുക എന്ന് പറയുമ്പോൾ ഇൻട്രാൻസിറ്റീവ് വെർബാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഈ രണ്ടിൻ്റെയും മീനിങ് ഞാൻ പറയാൻ പോവാണ് ഇംഗ്ലീഷിൽ. നമുക്ക് ലൈ എന്ന് പറയുമ്പോൾ കള്ളം പറയുക എന്നുള്ളതുണ്ട്. കള്ളം പറയുന്നത് പോട്ടെ, ഇനി കിടക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈ എന്നാണ് പറയുക, കിടക്കുക. അപ്പൊ ഇതിന്റെ കൂടെ എന്ത് വേണ്ട, ഒബ്ജക്റ്റ് വേണ്ട. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഒബ്ജക്റ്റ് ഇല്ലാത്തതെല്ലാം എന്താണ്, ലൈ ആണ് കൊടുക്കേണ്ടത്. ഇതിന്റെ 3 ഫോമുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ലൈ, ഈ രണ്ടാമത്തെ ഒരു സാധനം ഉണ്ട് ലേ എന്ന് പറയുന്നത്, ഇതാണ് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിട്ടുള്ളത്, അത് ഓർത്തിരിക്കണം. മൂന്നാമത്തത് ലെയിൻ. ലൈ, ലേ, ലെയിൻ. ലൈ, ലേ, ലെയിൻ. ഈ ലേ എന്ന് പറയുന്നത് V2 ആണ്, V2 ആണ്. ഇനി വേറൊരു സാധനം ഉണ്ട്, ലേ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ലേ എന്ന് പറയുന്ന ഒരു വേർബ് ഉണ്ട്.
ലേ എന്ന് പറഞ്ഞാൽ കിടത്തുക അല്ലെങ്കിൽ വിരിക്കുക എന്നാണ്. അപ്പൊ ഇതിനെന്താണ്? ഒബ്ജക്റ്റ് നിർബന്ധമാണ്. അപ്പൊ ഒബ്ജക്റ്റ് ഇല്ലാതെ ലേ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ ലേ എന്ന് പറയുന്നത് V1 ആണെന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ലേസ് എന്ന് പറയാം, ലേയിങ് ഒക്കെ ആക്കാം, കാരണം അത് V1 ആണ്. മറ്റത് നിങ്ങൾക്ക് ലേ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ 3 ഫോമുകൾ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ലേ, ലെയ്ഡ്, ലെയ്ഡ്. അപ്പൊ വെർബിന്റെ ശേഷം ഒബ്ജക്റ്റ് ഉണ്ടോ? ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ലേ, ലെയ്ഡ്, ലെയ്ഡ്. ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ലൈ, ലേ, ലെയ്ഡ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ സെന്റൻസ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഹി ലേ ദ ബുക്ക്. നോക്കണം നിങ്ങൾ, ബുക്ക് കണ്ടോ നിങ്ങൾ? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്തിൻ്റെയൊക്കെയാ കൊടുക്കേണ്ടത്? ലേ, ലെയ്ഡ്, ലെയ്ഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ബിഫോർ ലീവിങ്. അപ്പൊ ഇവിടെ ലേ എന്നുള്ളത് കറക്റ്റ് ആണോ കൊടുത്തത്? അല്ല, ഇവിടെ ഹി എന്നാ കൊടുത്തത്. ഹി എന്ന് കൊടുത്താൽ അവിടെ നമ്മൾ ലേസ് ആണ്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇത് പ്രസന്റ് ടെൻസ് അല്ല, ബിഫോർ ലീവിങ് എന്നുള്ള സാധനമാണ് വന്നത്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ലെയ്ഡ് എന്ന് കൊടുക്കണം അല്ലെ? ഹി ലെയ്ഡ് എന്ന് കൊടുക്കണം. അപ്പൊ ഇവിടെ തെറ്റാണ്. ഇവിടെ നിങ്ങൾ ലെയ്ഡ് കൊടുക്കണം. രണ്ടാമത് ഷീ ഹാഡ് ലെയിൻ അവെയ്ക്ക്. ലെയിൻ അവെയ്ക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോ അവിടെ എന്താണ്? കറക്റ്റ് ആയിട്ടാണ് കൊടുത്തത്. കാരണം നമുക്കറിയാം ലൈ, ലേ, ലെയിൻ. കറക്റ്റ് അല്ലേ? ഷീ ഹാഡ് ലെയിൻ. മൂന്നാമത് ഷീ ലേ ഡൗൺ ഓൺ ദ ഗ്രാസ്. ഷീ ലേ ഡൗൺ ഓൺ ദ ഗ്രാസ്. ഓൺ ദ ഗ്രാസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. അല്ല, ഗ്രാസിന്റെ മുകളിൽ കിടന്നു എന്നാ. അപ്പൊ അവിടെ വേറെ ഒന്നിനെയും കിടത്തിയില്ല. അപ്പൊ ഇവിടെ ലെയ്ഡ് കൊടുക്കാൻ പറ്റൂല, ലേ ആണ്. ദേ ലേ ഡൗൺ. അപ്പൊ ഇത് തെറ്റാണ്. മൂന്നാമത്തത് കാറ്റ് ലേസ് ഓൺ ദ. അവിടെയും നമുക്ക് കൊടുക്കാൻ പറ്റൂല, ഇവിടെ തെറ്റാണ്. ഇവിടെ ലൈസ് ഓൺ ദ വിൻഡോസിൽ എന്ന് കൊടുക്കണം, കാരണം കിടക്കുകയാണ്, ഒബ്ജക്റ്റ് ഇല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളൂടെ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, അത് ഫിനിഷ് ചെയ്യാം. യെസ്, ഹി വിൽ സേ ഐ ആം നോട്ട് വെൽ. ഇതിനെ റിപ്പോർട്ട് ചെയ്യാനാണ് ചോദിച്ചത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ വിൽ സേ എന്ന് കാണാം. വിൽ സേ എന്ന് പറഞ്ഞാൽ പറയും, പറഞ്ഞിട്ടില്ല, പറയുമുള്ളൂ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ പാസ്റ്റിൽ പറഞ്ഞൊരു കാര്യത്തെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ? വിൽ സേ ആണ്, പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻസും മാറ്റണ്ട. പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻസും മാറ്റണ്ട. വിൽ സേ വരികയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രോനോൺ മാത്രം മാറ്റിയാൽ മതി. ഹി വിൽ സേ ദാറ്റ് ഹി ഈസ് നോട്ട് വെൽ. അവന് സുഖമില്ല എന്ന് അവൻ പറയും, അത്രേ ഉള്ളൂ. അപ്പൊ വിൽ സേ വരികയാണെങ്കിൽ നിങ്ങൾ ടെൻസ് മാറ്റണ്ട എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദേ എൻകറേജ്ഡ് ദ ഓൺടുറാജ് അക്കംപനീഡ് ഡാഷ് ദ മിനിസ്റ്റർ ഓൺ എ ട്രിപ്പ്. നമ്മൾ അക്കംപനി ഒരാളുടെ കൂടെ പോവാന്നല്ലേ. അപ്പൊ നമ്മൾ സാധാരണ കൊടുക്കുക എന്താ? വിത്താ കൊടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ നേരെ വിത്ത് കൊടുക്കും. വിത്ത് കൊടുത്താൽ ശരിയാവോ? ഇല്ല. അക്കംപനി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണ്ട? പ്രപ്പോസിഷൻ ഒന്നും കൊടുക്കണ്ട. ദ ഓൺടുറാജ് അക്കംപനീഡ് ദ മിനിസ്റ്റർ. വിത്തൗട്ട് പ്രപ്പോസിഷൻ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഒബ്ജക്റ്റിനെ എടുക്കാം. അക്കംപനി എന്ന് പറയുന്നതിന് എന്ത് വേണ്ട? പ്രപ്പോസിഷൻ വേണ്ട, അതിന്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതിനെ പാസീവ് വോയിസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബൈ കൊടുക്കും. എങ്ങനെ? ദ മിനിസ്റ്റർ വാസ് അക്കംപനീഡ് ബൈ എന്ന് കൊടുക്കണ്ടോ? വാസ് അക്കംപനീഡ് ബൈ. ആ സാഹചര്യത്തിൽ അക്കംപനീഡിന് ശേഷം നമ്മൾ ബൈ ഹിസ് ഓൺടുറാജ്. ഈ സാധനം ഓർത്തിരിക്കും. സോ നോർമൽ ആക്റ്റീവ് വോയിസിൽ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണ്ട? പ്രപ്പോസിഷൻ ഒന്നും കൊടുക്കേണ്ട എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ ഫോളോവിങ് സെന്റൻസസ് ആർ ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ് ചോദിക്കുന്നത്. മെനി, യെസ്. നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, നമുക്കറിയാം. നമ്മൾ മെനി എ ഫ്ലവർ ബ്ലൂംസ് ടു സീൻ അൺസീൻ. സോറി, ലൈൻ എനിക്ക് ഓർമ്മയില്ല. യെസ്, മെനി നമ്മൾ എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് സംഗതിയാണുള്ളത്, മെനി ആൻഡ് മെനി. എ അല്ലെങ്കിൽ ആൻ, എ അല്ലെങ്കിൽ ആൻ കേട്ടോ. മെനിക്ക് ശേഷം പ്ലൂരൽ നൗൺ കൊടുക്കുന്നു, പ്ലൂരൽ വേർബ് എടുക്കുന്നു. മെനി എക്ക് ശേഷം സിംഗുലർ വേർബ് എടുക്കുന്നു, സിംഗുലർ നൗൺ എടുക്കുന്നു, സിംഗുലർ വേർബ് എടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. മെനി പ്ലൂരൽ നൗൺ, പ്ലൂരൽ വേർബ്. മെനി എ അല്ലെങ്കിൽ ആന്, സിംഗുലർ നൗൺ, സിംഗുലർ വേർബ്. സാധാരണ മെനി എ നമ്മൾ പോയട്രിയിലാണ് കാണാറ്, എന്നാൽ പരീക്ഷക്ക് കാണും. അത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മെനി എ ഒളിമ്പിക് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓ സൗണ്ട് ഇല്ലേ, അപ്പൊ ആൻ ആണ് അവിടെ കൊടുക്കേണ്ടത്. ഒന്ന് തെറ്റാണ്. മെനി ഒളിമ്പിക് അത്ലീറ്റ് ഹാവ് ഇൻവൈറ്റഡ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഹാവ് ഇൻവൈറ്റഡ് ആണ്, അവരെ ഇൻവൈറ്റ് ചെയ്യപ്പെടല്ലേ. അപ്പം ഹാവ് ബീൻ ഇൻവൈറ്റഡ് എന്ന് വേണ്ടേ? അപ്പൊ രണ്ടാമത് തെറ്റ്. മെനി ആൻ ഒളിമ്പിക് അത്ലീറ്റ് ഹാസ് ഇൻവൈറ്റഡ്, അതും തെറ്റാണ്. കാരണം ആൻ ഒളിമ്പിക് കറക്റ്റ് ആണ്, പക്ഷെ ഹാസ് ഇൻവൈറ്റഡ് കൊടുക്കാൻ പറ്റില്ല. Many Olympic athletes have been invited to the president's residence for a party.
അപ്പോൾ നമ്മുടെ 1, 2, 3 തെറ്റാണ്. സോ ഓപ്ഷൻ സി, യെസ്, ഓപ്ഷൻ ഡിയും അതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ആൻസർ ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഓർത്തിരിക്കേണ്ട സംഗതി ആക്റ്റീവ് ആണോ പാസീവ് ആണോ നോക്കണം. മെനിക്ക് ശേഷം പ്ലൂരൽ നൗണ്, പ്ലൂരൽ വേർബ്, സിംഗുലർ മെനി എ അല്ലെങ്കിൽ ആനിന് ശേഷം സിംഗുലർ വേർബ്, സിംഗുലർ നൗണ്, സിംഗുലർ വേർബ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. യെസ്, നമ്മൾ ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് ഫിനിഷ് ചെയ്യാം. യെസ്, അമൃത ഈസ് ഇൻ ഹിയർ റൈറ്റ് നൗ, ഷീ ഹാസ് ഡാഷ് ടു ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യം എന്താ, ഹാസ് ബീൻ ടു അല്ലെങ്കിൽ ഹാവ് ബീൻ ടു എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയില്ലേ, ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, ആ പോയ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഹാസ് ബീൻ ടു എന്ന് പറഞ്ഞാൽ പോയ എക്സ്പീരിയൻസ് ഉണ്ട്. ദെൻ ഹാസ് ഗോൺ ടു എന്ന് പറഞ്ഞാലോ, നമുക്കറിയാം നമ്മൾ എന്തിനാ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സമയം അറിയാത്ത സമയത്താണ് പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് നടന്നൊരു സാധനത്തിന് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, പാസ്റ്റിൽ നടന്നിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഇഫക്റ്റ് പ്രസൻറ്റിലൂടെ ഉണ്ട്. പാസ്റ്റിൽ നടന്നിട്ടുണ്ട്, അതിൻ്റെ ഇഫക്റ്റ് പ്രസൻറ്റിലൂടെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രസൻറ്റ് എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അവളിപ്പോൾ സ്ഥലത്തില്ല. അപ്പോൾ ഇവിടെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ട്, ചിലപ്പോൾ അതിൻ്റെ യാത്രയിലാണ്, ചിലപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്തുണ്ട്, അവൾ തിരിച്ചെത്തിയിട്ടില്ല. റിട്ടേൺ ഉണ്ടോ, റിട്ടേൺ ഇല്ല. കാരണം റിട്ടേൺ ഇല്ല എന്ന് കാണിക്കാനാണ് അവൾ റൈറ്റ് നൗ കൊടുത്തത്. ഇവിടെ ഇപ്പൊ സ്ഥലത്തില്ല, അപ്പൊ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ബാംഗ്ലൂരിലേക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട്, യാത്രയിലായിരിക്കാം, തിരിച്ചു വന്നിട്ടില്ല, തിരിച്ചു വരുന്ന യാത്രയിലും ആവാം, എന്നാൽ ഇപ്പൊ സ്ഥലത്തില്ല. അപ്പം പാസ്റ്റിൽ നടന്ന ആക്ടിവിറ്റി പ്രസന്റിലെ എന്തുണ്ട്, അതിന്റെ ഇഫക്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഹാസ് ബീൻ ടു എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് എക്സ്പീരിയൻസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നമ്മുടെ ആൻസർ എന്ത് വരണം, ഓപ്ഷൻ ബി മാത്രമാണ്. അമൃത ഈസ് ഇൻ ഹിയർ റൈറ്റ് നൗ, ഷീ ഹാസ് ഗോൺ ടു ബാംഗ്ലൂർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട്. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ഗ്രാമറിന്റെ കുറച്ച് ഭാഗങ്ങളെ പറഞ്ഞുള്ളൂ. ചിലപ്പോൾ ഇത് നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ ഗ്രാമർ പാട്ട് കൂടെ ഒന്ന് അല്ലെങ്കിൽ വൊക്കാബുലറി പാട്ട് കൂടെ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നല്ലൊരു റാങ്കിലെത്താം. എല്ലാവരും എന്താണ്, നല്ല റാങ്കിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.